ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളത് നോക്കാം. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്? പോസിറ്റീവായിട്ടിരിക്കണം, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കണം. ഏറ്റവും പോസിറ്റീവായിട്ടുള്ള നല്ലൊരു ദിവസം, ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസം തന്നതിനും നന്ദി എന്ന് പറയണം കേട്ടോ. പിന്നെ കിട്ടിയിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങൾക്കും ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ഓക്കെ, നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണ്. ഓക്കെ, നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ ഇന്ന് സൂക്ഷിക്കണം, പണം പല വഴിയിലൂടെ പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ആവശ്യമുള്ളതാണോ നോക്കിയിട്ട് മാത്രം ചിലവാക്കുക. ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ പണം സ്പെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അർഹമായ ഇടങ്ങളിലാണോ പണം സ്പെൻഡ് ചെയ്യുന്നത് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം പണം സ്പെൻഡ് ചെയ്യുക കേട്ടോ. ഇത് പണം ധാരാളമായിട്ട് കയ്യിലുണ്ടായിരിക്കും. അത് ജനറസ് ആയിട്ട് വിശാല മനസ്കതയോടുകൂടി പണം ചിലവാക്കും എന്ന് കാണുന്നുണ്ട്. ആവശ്യക്കാരായ ആളുകൾക്കെല്ലാം കൊടുക്കും എന്ന് കാണുന്നുണ്ട്. ദാനം ചെയ്യും എന്ന് കാണുന്നുണ്ട്. പക്ഷേ കൊടുക്കുന്നത് അർഹതപ്പെട്ട ആളുകളിലാണോ ചെന്നെത്തുന്നത്, അർഹതപ്പെട്ട ഇടങ്ങളിലാണോ എന്നൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇതൊരു ബാലൻസ് അല്ലെങ്കിൽ കോംപ്രമൈസിൻ്റെ കാർഡും കൂടിയാണ്. അപ്പോൾ ഒരു കോംപ്രമൈസിലൂടെ വേണം മുന്നോട്ട് പോകാൻ, ഒരു ബാലൻസിലൂടെ വേണം പോകാൻ. കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ധാരാളം പണം ഉണ്ടെന്ന് കരുതിയിട്ട് ധാരാളിക്കാൻ പാടില്ല. പണത്തിനോടൊരു മര്യാദ വെക്കണം. ഒരു ആവശ്യങ്ങൾക്ക് മാത്രം കൃത്യം പണം എടുത്തുകൊണ്ട് വേണം ചിലവഴിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതാണ് 6 ഓഫ് പെൻറ്റക്കിൾ എന്ന് പറയുന്നത്. ദെൻ 3 ഓഫ് പെൻറ്റക്കിൾ എന്ന് പറയുന്നത് ഇത് കൂട്ടുകൂടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ചിലപ്പം വീട്ടിലെല്ലാവരും കൂടി ആയിരിക്കും ചിലപ്പോൾ ഇന്ന് ജോലികളൊക്കെ ചെയ്യുന്നത്. ഇപ്പം നിങ്ങളുടെ തൊഴിലിടങ്ങളിലാണെങ്കിലും നിങ്ങൾ ആരോട് ചേർന്ന് പ്രവർത്തിക്കാനാണോ ആഗ്രഹിക്കുന്നത് അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റും. പിന്നെ ഇത് നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടും. 3 ഓഫ് പെൻറ്റക്കിൾ ഗൈഡൻസിൻ്റെ കാർഡാണ്. അപ്പോൾ നിങ്ങൾ ആരിൽ നിന്നെങ്കിലും ഒരു ഗൈഡൻസ് സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. ഗൈഡൻസ് മാത്രമാണോ നിർബന്ധമില്ല, മധ്യസ്ഥമായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉപദേശം കൊണ്ട് നിങ്ങളുടെ ഒരു കാര്യത്തിന് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു കാര്യം പഠിക്കാൻ പോവുകയോ പുതിയൊരു കാര്യം പഠിച്ച് തുടങ്ങി അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്ന് പഠിക്കുന്നതോ ആകാൻ സാധ്യതയുണ്ട്. മോസ്റ്റ്ലി ഒരു സ്പിരിച്വൽ പേഴ്സണിൽ നിന്ന് നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടുക, അവരിൽ നിന്ന് എന്തെങ്കിലും പഠിക്കുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക, ഇതൊക്കെയാണ് 3 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് കേട്ടോ. ഇത് 3 ഓഫ് വാൺസ് ആണ്. ഒരു യാത്രയുടെ കാർഡാണ്. അത് യാത്രയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് നടത്തുക, പ്ലാനിങ് നടത്തുക, അതൊക്കെയുണ്ട്. അതുപോലെ എന്തോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നടത്തുന്നതായിട്ടും കാണുന്നുണ്ട്. മുന്നോട്ടുള്ള യാത്രയിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആൻഡ് പ്ലാനിങ്സ് നടത്തുന്നതാണ് ഈ 3 ഓഫ് വാണ്ട് എന്ന കാർഡ്. 4 ഓഫ് കപ്സ് ചില കാര്യങ്ങൾ ചെയ്തത് ഓർത്തിട്ട് നിരാശപ്പെട്ടിരിക്കുക. ശോ, അത് ചെയ്യണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ സെലക്ഷൻ ശരിയായില്ല, അത് വേണ്ടായിരുന്നു, അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് തെറ്റായിപ്പോയി. അതായത് ചെയ്ത കാര്യത്തെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ സെലക്ഷൻ തെറ്റായിപ്പോയി എന്ന് തോന്നുക, മടുപ്പ് തോന്നുക, അതൊക്കെയാണ് 4 ഓഫ് കപ്സ്. ഇവിടെ നമുക്ക് പുതിയൊരു കാര്യത്തെ സ്വീകരിക്കാൻ പറ്റാത്ത വന്ന് നമ്മൾ മടുത്തു പോകും. അതായത് നമുക്ക് ചോയ്സുകൾ വേറെ ഉണ്ടായിരിക്കും, പക്ഷെ നമ്മൾ അതിലോട്ടൊന്നും നോക്കാൻ ഇന്ന് താല്പര്യപ്പെടുന്നില്ല. കാരണം നമ്മളാകെ മടുത്തു പോയി, അല്ലെങ്കിൽ ഇതുവരെ ചെയ്തത് ശരിയായില്ല, തെറ്റായിപ്പോയി എന്നൊക്കെ ഒരു തോന്നൽ വരുന്നത് കൊണ്ടാണത്. അപ്പോൾ ഒരു മൂഡ് സ്വിങ്സ് ഉണ്ടാവാനൊക്കെ ഒരു സാധ്യത ഉണ്ട്. അതിൽ സ്റ്റക്കായി നിൽക്കരുത്. നിങ്ങൾ അടുത്തടുത്ത കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക, പുതിയ കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ് കാണുന്നത് കേട്ടോ. ദെൻ ഡബിൾ കാർഡുണ്ട്. ചില കാര്യങ്ങളോട് ഒബ്സഷൻ തോന്നും. അതായത് ഇപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ കാണുമ്പോൾ അതിനോട് വല്ലാത്ത അഡിക്ഷൻ, ഒബ്സഷൻ, അത് വേണമെന്ന് തോന്നും. അതിനോട് വല്ലാത്ത അറ്റാച്ച്മെൻറ്റും അഡിക്ഷനും തോന്നും. അപ്പോൾ അതിനെ സ്വന്തമാക്കാനുള്ളൊരാഗ്രഹം, അതാണ് ഒബ്സഷൻ ആൻഡ് അഡിക്ഷനാണ് ഈ പറഞ്ഞ ഡബിൾ കാർഡ് കേട്ടോ. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കണം. ഒന്നിനോടും ഒബ്സഷൻ പാടില്ല, അഡിക്ഷൻ പാടില്ല. ജസ്റ്റ് നമുക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ്. നൈറ്റ് ഓഫ് വാൺസ് ആണ്. ഇത് ആവേശപ്പെട്ട് ജോലികളൊക്കെ ചെയ്യുമെന്ന് കാണുന്നുണ്ട്. ഒരുപാട് വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യും, ക്വിക്കായിട്ട് ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരും, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുമെന്ന് കാണുന്നുണ്ട്. പിന്നെ എടുത്തുചാട്ടം എന്നിച്ചിട്ട് കൂടുതലായിരിക്കും. ഒരു ഒറ്റ ബുദ്ധിയിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യും. ഇപ്പം തോന്നി ഇപ്പം തന്നെ ചെയ്യുക, എടുത്തു ചാടി ചെയ്യുക, അതാണ്. അത് ആവശ്യമില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ആലോചിച്ച് തീരുമാനിച്ചതിന് ശേഷം മാത്രം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. പിന്നെ ഇച്ചിരി മുൻകോപം കൂടുതലായിരിക്കും, വഴക്കുണ്ടാക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. ആരോടാന്ന് ചോദിച്ചാൽ എന്താടാന്ന് ചോദിച്ചാൽ ചാടി ചെല്ലാനുള്ളൊരു ടെൻഡൻസി ഉണ്ടായിരിക്കും. അപ്പോൾ അത് വേണ്ട. അതുപോലെ വാഹനം ഓടിക്കുമ്പോൾ സൂക്ഷിക്കണം. അമിത വേഗതയിൽ വാഹനം ഓടിക്കാനുള്ളൊരു ടെൻഡൻസി കാണും, അത് പാടില്ല. വാഹനം പതുക്കെ ഓടിച്ചാൽ മതി കേട്ടോ.
5 ഓഫ് വാൺസ് ആണ്. അപ്പം ഇത് ചുറ്റുമുള്ള ആളുകൾ, നമുക്ക് ചുറ്റുമുള്ള ആളുകൾ തന്നെ നമുക്കെതിരെ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, വഴക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്കും ഒരു വഴക്കാളി സ്വഭാവം കാണാൻ സാധ്യതയുണ്ട്. മോസ്റ്റ്ലി മറ്റുള്ള ആളുകൾ നമുക്കെതിരെ ഗൂഢാലോചന ചെയ്യുക, നമുക്കെതിരെ പ്രവർത്തിക്കുക, നമ്മളത് അറിയുക, അതോർത്ത് മാനസികമായിട്ട് സംഘർഷപ്പെടുക, ഇതൊക്കെയാണ് 5 ഓഫ് വാൺസ് പറയുന്നത്. ഒരുതരം തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. നമുക്കറിയാവുന്ന ആളുകളാണ്, ചുറ്റുമുള്ള ആളുകളാണ് നമുക്കെതിരെ പ്രശ്നം ഉണ്ടാക്കുന്നത്. ദെൻ ഏസ് ഓഫ് സോഡ്സ് ഒരു പുതിയ തുടക്കം എന്നാണ്. ഒരു പുതിയ പ്രോജക്റ്റ് ചിലപ്പോൾ ഇന്ന് തുടങ്ങുന്നുണ്ടായിരിക്കും. ഇന്നൊരു പുതിയ പ്രോജക്റ്റ് തുടങ്ങുക, പുതിയ ജോബിൽ ജോയിൻ ചെയ്യുക, പുതിയൊരു ഇത് ഇന്ന് എന്തായാലും മേടമാസം 1-ാം തീയതി ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പുതിയ തുടക്കമാണ്, ഒരു പുതിയ മാസത്തിൻ്റെ തുടക്കമാണ്. അപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഇന്ന് തുടങ്ങുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് പുതിയ ഉപദേശം കിട്ടുമോ, പുതിയ കാര്യങ്ങൾ പണമായിട്ടും ഒക്കെ നിങ്ങളിലേക്ക് കൈനീട്ടം പോലെ വന്നു ചേരുകയൊക്കെ ചെയ്യുന്നതാവാൻ സാധ്യതയുണ്ട്. ഏസ് ഓഫ് സോർട്സ് ആണ്. ടാർഗറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതായത് നമുക്കൊരു ധാരണ വേണം എന്താണ് നടക്കാൻ പോകുന്നത്, എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അതിനെക്കുറിച്ച് കൃത്യമായ ക്ലാരിറ്റി വേണം. മെൻ്റൽ ക്ലാരിറ്റിയോടുകൂടി മുന്നോട്ട് പോകണം. എന്നാൽ മാത്രമേ നമുക്കതിൽ സക്സസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒരു പുതിയ തുടക്കമാണ്. അപ്പോൾ അത് എന്തിനാണ് തുടങ്ങുന്നതെന്നുള്ള വ്യക്തമായ ധാരണ മനസ്സിലുണ്ടായിരിക്കണം. ഇതൊരു പുതിയ പ്രോജക്റ്റ് എന്നൊക്കെയാണ്. അതുപോലെ ഒരു ന്യൂ ബേബി, ഒരു കുഞ്ഞു വാവ ലൈഫിലേക്ക് വരുന്നതാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഏസ് ഓഫ് സൂട്ട്സ്. പിന്നെ നൈറ്റ് ഓഫ് കപ്സ് ആണ്. ചിലപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരാൾ ഒരു കപ്പ് ഓഫ് ലവ് നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു പേഴ്സൺ ആയിരിക്കാം, നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ഒരാളായിരിക്കാം, അയാൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഒരു ജോബ് ഓഫർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരിടത്ത് നിങ്ങളെ മറ്റുള്ളവർ സഹായിക്കാൻ സാധ്യതയുണ്ട്. മറ്റുള്ള ആളുകളിൽ നിന്നുള്ള സഹായമൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. മോസ്റ്റ്ലി ഇത് ഒരു റിലേഷൻഷിപ്പ്, ബ്രേക്കപ്പ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലെ ആൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാകാൻ സാധ്യതയുണ്ട്. ലാസ്റ്റ് കാർഡ് വന്നിട്ട് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഇത് ഭാഗ്യത്തിൻ്റെ കാർഡാണ്. ഒരു കാർമിക് സിറ്റുവേഷൻ എൻഡ് ആവുന്നു എന്ന് കാണുന്നുണ്ട്. അതുപോലെ ഭാഗ്യത്തിൻ്റെ കാർഡുമാണ്. അപ്പോൾ ഇന്നേ ദിവസം ഭാഗ്യമുള്ള ദിവസമാണ്. നമുക്ക് പണം ആയിട്ടും അർത്ഥമായിട്ടോ ആളായിട്ടോ ഒക്കെ നമ്മുടെ അടുത്തേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ആളുകൾ വരും. നമ്മൾ ഭാഗ്യമുള്ള ദിവസമാണ്. ചുട്ടി കുറിയൊക്കെ അടിക്കാനൊക്കെ സാധ്യതയുള്ള ദിവസമാണ്. അത്തരത്തിലൊക്കെ ഉള്ളൊരു എനർജിയാണ് ഈ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത്. കാലം എന്നുള്ളതാണ്. അതായത് നിങ്ങൾ എന്തിനു വേണ്ടി കാത്തിരുന്നോ ആ കാലം കഴിഞ്ഞു പോയിട്ട് പുതിയൊരു തുടക്കം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നു, പുതിയൊരു മാറ്റം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇത് ലക്കിൻ്റെയും കൂടെ കാർഡായതുകൊണ്ട് ചിട്ടി കുറിയൊക്കെ അടിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സാധനങ്ങളൊക്കെ തിരിച്ച് കിട്ടാനൊക്കെ സാധ്യത ഉള്ളതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇന്നൊരു ഓഫറൊക്കെ നിങ്ങൾക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഓട്ടം വന്നിരിക്കുന്ന 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് നിങ്ങൾ കൂട്ടി ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന പണം വളരുന്നത് നോക്കിയിരിക്കുന്ന ഒരു എനർജിയാണ്. അതായത് നമ്മുടേതാണ്, പക്ഷേ നമുക്കത് വേണം. എപ്പോൾ നമുക്കത് പൂർണ്ണ വളർച്ചയിൽ നമുക്ക് കിട്ടും എന്നൊക്കെ നമ്മൾ ആലോചിച്ച് അതിനെ നോക്കിയിരിക്കുന്ന ഒരു എനർജിയാണ് ഈ 7 ഓഫ് പെൻറ്റക്കിൾസ്. വെയിറ്റിംഗ് എനർജിയാണ്. കുറച്ചധികം ആളുകൾക്ക് ഇന്ന് പണം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് പണം ആവശ്യമുണ്ട്, പക്ഷേ നിങ്ങളുടെ കയ്യിൽ അത്രയും പണം ഉണ്ടാവത്തില്ല. അപ്പോൾ ആ പണം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ആയിരിക്കും. കിട്ടുമോ എന്ന് ആലോചിച്ചുകൊണ്ട് പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നൊരു എനർജിയാണ് ഈ 7 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു എനർജി എന്ന് പറയുന്നത്. റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടമുള്ളവർ കമൻറ്റ് കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.